രൂപയുടെ പണപ്പെട്ടിയുമായിട്ട് സായി വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. മേ ബി എനിക്ക് തോന്നുന്നു നന്ദനെ രക്ഷിക്കാനായിരിക്കും. കാര്യം നന്ദനെ രക്ഷിക്കണം, നന്ദനയ്ക്ക് ഒരു വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ഒക്കെ ഇരുന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സിജോയും സായിയും കൂടെ ഒക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പം ഇതെടുത്തത് ആ ഒരു കാര്യത്തിനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന സായിക്ക് ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ സായിക്ക് എന്തായാലും ഈ പൈസ കൊണ്ട് വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും ദിവസം സായി അവിടെ നിന്നിട്ട് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രയോജനമായിരിക്കും. കാര്യം നന്ദന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വീടൊക്കെ കണ്ടതാണ്. നന്ദനയുടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാലും ആ ഒരു പ്ലാറ്റ്ഫോമിലെത്തി. നന്ദനയ്ക്ക് ഇനിയുള്ള നാളുകളെങ്കിലും നല്ലൊരു വീട്ടിലൊക്കെ കിടക്കുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒരു ടാസ്ക് സായി കുളമാക്കി എന്നും പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വലിയ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെടുക്കും. കാര്യം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്യും. അപ്പോൾ അതിനകത്ത് വലിയ അതിശയം വരാനില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും 7.5 ലക്ഷം രൂപയായിട്ട് നാദിറ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നാദിറ അത് കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു നാദിറ എടുത്തത്. അറിയാം നാദിറ അല്ലെങ്കിൽ അറിയാം ഫിനാലെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡും തേർഡിനും ഒന്നും പ്രൈസ് ഇല്ല. അതാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്തായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് 50 ലക്ഷം രൂപയും കിട്ടും. തേർഡും ഫോർത്തും വിളിക്കുന്നവർ ചുമ്മാതെ ഇവിടെ വരെ വന്ന് അവിടെ അത്രയും ദിവസം നിന്നതിൻ്റെ കുറച്ച് പൈസ അല്ലാതെ വേറൊരു ചുക്കം കിട്ടാൻ പോകുന്നില്ല. അതേപോലെ നിങ്ങളുടെ ഞാൻ വേറൊരു കേസ് പറയാം. ഈ സായി ഈ പുറത്തിറങ്ങിയിട്ട് ജിൻഡോ ഇനി ജയിപ്പിക്കാൻ നോക്കത്തില്ല. ജിൻഡോ ജയിക്കുന്ന കാര്യത്തിനകത്തോട്ട് സായിക്കൊന്നും അത്ര പേഴ്സണലി വലിയ താല്പര്യമില്ലാതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി സായി പുറത്തിറങ്ങിയിട്ട് ജിൻഡോയ്ക്കെതിരെ ആയിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വിഷയത്തിലോട്ട് പോകും. അതായിരിക്കും മേ ബി പകുതി ആൾക്കാർ പേഴ്സണലി ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം പറയാനില്ല, ആരും വന്നിരുന്ന വീഡിയോയിൽ പറയത്തില്ലെന്നേ ഉള്ളൂ. സായി പുറത്തിറങ്ങിയതിന് ശേഷം സായി ഇനി വേറെ ആൾക്കാർ അല്ലെങ്കിൽ സിജോയ്ക്ക് സപ്പോർട്ടായിട്ട് പോവുകയും അതുമാത്രമല്ല ജിൻഡോയുടെ വോട്ടും കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ആവുകയും പിന്നെന്താണ് ജിൻഡോ ജയിക്കണ്ട എന്ന് സായിക്ക് മനസ്സിലുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളെ മനസ്സിൽ കാണുമല്ലോ. സായിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമല്ലോ. അവരെ തീർച്ചയായിട്ടും സായി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്തായാലും സായി ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ചെന്നത്. ഗെയിമിൻ്റെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സായി വെറും ഫ്ലോപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സായിൽ നിന്ന്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊന്നും സായി പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയമായി മാറിയത്. ഈ നന്ദനയ്ക്ക് സായി ഈ പൈസ കൊടുത്താൽ സത്യം പറഞ്ഞാൽ സായിക്ക് ഇപ്പോൾ ഉണ്ടായ പകുതി നെഗറ്റീവ് മൊത്തം മാറും. പുറത്തൊരു കണ്ടസ്റ്റൻസുകൾ പോലും പോയി കഴിഞ്ഞാൽ കരയില്ല എന്നും പറഞ്ഞ് പോയ ആളാണ്. അവിടെ നന്ദന പോയപ്പോഴത്തേക്ക് അവിടെ കുത്തിയിരുന്ന കരഞ്ഞൊക്കെ കണ്ട. അപ്പം എനിക്ക് തോന്നുന്നു ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. എന്തായിരിക്കും സായിയുടെ തീരുമാനം എന്ന് വന്നിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.